സബനായകൻ ഒരു റൊമാൻറ്റിക് കോമഡി സിനിമയാണ്. ഇപ്പം എസ്പെഷ്യലി മലയാളത്തിൽ നിന്നും തമിഴിലൊക്കെ റൊമാൻറ്റിക് കോമഡി സിനിമകൾ വരുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷെ വരുന്ന സിനിമകളൊക്കെ കിടിലമായിരിക്കും. ലാസ്റ്റ് നമുക്ക് വന്നത് പ്രേമലുവാണ്. പ്രേമലുവായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്ന സിനിമയല്ല ഇത് വേറൊരു ജോണർ. ഇപ്പം അശോക് സെൽവൻ നായകനായിട്ടുള്ള ഓമേക്കടവുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു ജോണറിൽ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് സബനായകൻ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ ചർച്ച ചെയ്തു പോകുന്നത് കുറേ പ്രണയങ്ങളാണ്. അതായത് നായകനായിട്ടുള്ള SB അരവിന്ദിൻ്റെ കുറേയധികം പ്രണയങ്ങളാണ് ഈ ഒരു സിനിമ ചർച്ച ചെയ്തു പോകുന്നത്. ആദ്യം സ്കൂൾ കാലഘട്ടത്തിലെ പ്രണയം, അത് കഴിഞ്ഞിട്ട് കോളേജിലുള്ള പ്രണയം, ഓരോ പ്രണയങ്ങളും വരുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണം പ്രണയങ്ങളെല്ലാം ഇല്ലാതാകുന്നു. പിന്നെ അടുത്ത MBAക്ക് പോകുമ്പോൾ അവിടുത്തെ പ്രണയം, അങ്ങനെ അവസാനം ഏത് പ്രണയത്തിലാണ് നമ്മുടെ കഥാനായകൻ ചെന്ന് നിൽക്കുന്നതെന്നൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അത് കുറേയധികം പാട്ടുകളും കുറേയധികം കിടിലൻ സീനുകളൊക്കെ ആയിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് സബനായകൻ. ഈ ഒരു സിനിമ ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഹോട്ട്സ്റ്റാറിലാണ് കണ്ടത്. അങ്ങനെ റാൻഡമായിട്ട് പോയി കണ്ടതാണ്. ഒരുപാട് ഞാൻ ട്രെയിലറൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ കണ്ടു തുടങ്ങിയപ്പോൾ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാതെ 2-2.5 മണിക്കൂർ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് ഭയങ്കര എൻഗേജിങ് ആയിട്ട് കൊണ്ടുവന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ ഫീൽ ചെയ്തത്. അപ്പോൾ സിനിമ തുടങ്ങുന്നത് ഒരു ഇലക്ഷൻ കാലഘട്ടത്ത് ഒരു SIയും അല്ലെങ്കിൽ ഒരു പോലീസ് ജീപ്പിൽ SIയും കോൺസ്റ്റബിളും എല്ലാം കൂടെ റൗണ്ട്സിന് ഇറങ്ങുന്നു. അവിടെ വെച്ചിട്ട് അരവിന്ദിനെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിനുള്ള പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പിടിക്കുന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പം അരവിന്ദ് തൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ആ ഒരു ലവ് സ്റ്റോറികൾ ഈ കോൺസ്റ്റബിൾ, അതായത് യാത്ര എൻ്റർടൈൻമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ലവ് സ്റ്റോറി കേട്ടിട്ട് വിടും എന്നുള്ള രീതിയിൽ പറയുന്ന ലവ് സ്റ്റോറിയാണ് സിനിമയിലെ കഥ പറഞ്ഞു പോകുന്നത്. അപ്പം ആദ്യം പറയുന്നത് സ്കൂൾ കാലഘട്ടത്തെ കഥകളാണ്. സ്കൂൾ കാലഘട്ടത്തിൽ ഈശ എന്ന് പറയുന്നൊരു പെൺകുട്ടിയോട് ഭയങ്കര ക്രഷായിരുന്നു. ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അരവിന്ദ് തനിക്കൊട്ടും സെറ്റാവാത്ത പെൺകുട്ടിയാണെന്ന് പറയുന്നു. അങ്ങനെ പോകുന്നു. ഒരു വട്ടം പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ആ ഒരു പ്രണയം. ഒരു വൺ സൈഡ് ലവ്, പ്യൂർലി വൺ സൈഡ് ലവ്. ഇടയ്ക്ക് ഒരു സമയത്ത്, അതായത് ഫെയർവെല്ലിൻ്റെ ഒരു സമയത്ത് തനിക്ക് ആ പെൺകുട്ടിയോട് തൻ്റെ ഇഷ്ടം പറയാം എന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഫ്രണ്ടിന് വേണ്ടി അത് വേണ്ട, എനിക്ക് ഫ്രണ്ട്ഷിപ്പാണ് വലുത് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായുള്ള കാർത്തികിൻ്റെ പ്രണയം ഫെയിലിയർ ആകുന്ന സമയത്ത് കാർത്തികിൻ്റെ കൂടെ പോകുന്നു. അങ്ങനെ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആവുന്നു. അതിന് അടുത്തത് കോളേജിൽ പോകുന്നു. കോളേജിൽ റിയ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുമായിട്ട്, അതായത് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ സുന്ദരിയായിട്ടൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുന്ന സിറ്റുവേഷനൊക്കെ കിട്ടിലാണ്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അതിനുശേഷം തൻ്റെ ക്ലാസ് ടോപ്പറായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ക്ലാസ് ടോപ്പറായിട്ടുള്ള തൻ്റെ റൂംമേറ്റായിട്ടുള്ളൊരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആവുന്നു. അങ്ങനെ ആ ഒരു റിലേഷൻ ബ്രേക്കപ്പായി പോകുന്നു. വീണ്ടും ഒരു സിറ്റുവേഷനിൽ ഇഷയെ കണ്ടുമുട്ടുന്നു. അങ്ങനെ കുറേയധികം പ്രണയങ്ങൾ നടക്കുന്നു. ആ പ്രണയങ്ങളെല്ലാം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇല്ലാതാകുന്നു. അവസാനം റിയ, അതും കഴിഞ്ഞിട്ട് മേഘ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി MBAക്ക് പോകുന്ന സമയത്ത് കണ്ടുമുട്ടുന്നു. അവർ തമ്മിൽ, അതായത് പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറയുന്നു. അങ്ങനെ ഇതിൻ്റെ കഥ പറഞ്ഞു പോകുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയായിട്ട് നമ്മൾ പ്രണയത്തിലാകുന്നതായിരിക്കും നല്ലതെന്നൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു അടിപൊളി ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അന്തമാതിരി ട്വിസ്റ്റ് ഞാൻ നിനക്കവേ ഇല്ലേ. കാരണം അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടൊരു സാധനമായിരുന്നു എന്നുള്ളതാണ്. ഇത് പറഞ്ഞു പോകുന്നത് ഈ ഒരു പോലീസുകാരൻ, അതായത് ഈ SIക്ക് ഇതുപോലൊരു പ്രേമമുണ്ട്. അത് പക്ഷേ അവർക്ക് തമ്മിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രണയമൊന്നും അല്ല. അപ്പോൾ അത് കൺഫ്യൂസിങ് സ്റ്റേജ് ദീപ്തി എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട്. അപ്പം അത് വേണോ വേണ്ടോ എന്നുള്ളത് ഈ ഒരു പ്രണയകഥ കേട്ട് കഴിഞ്ഞപ്പോഴാണ് അത് വേണ്ട, തനിക്ക് നല്ല റിലേഷൻഷിപ്പ് കിട്ടുമെന്ന് പറയുന്നതും. പിന്നെ നടക്കുന്ന കാര്യങ്ങൾ ഭയങ്കര ട്വിസ്റ്റാണ്. അത് സഭയുടെ ലൈഫിൽ ഭയങ്കര, അതായത് നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനമാണ് അവിടെ. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ഒരു അവസാനം, അതായത് ഈ ഒരു ട്വിസ്റ്റിന് തൊട്ട് മുമ്പൊക്കെ നമുക്ക് ഇനി ഇവൻ ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണോ എന്നുള്ളത്. അതായത് സംടൈംസ് വി ഡു ക്രേസി തിങ്സ് ഫോർ ലവ് എന്നൊരു സാധനം ഉണ്ടല്ലോ, ഒരു കോട്ടുണ്ടല്ലോ, ആ ഒരു കോട്ടൊക്കെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അവസാനം ഇതിൻ്റെ ക്ലൈമാക്സ് ഭയങ്കര ഹാപ്പി എൻഡിങ് ആണ്. അതായത് നമുക്ക് ഭയങ്കര ഓക്കെ, ഇത് കൊള്ളാം, നല്ല രീതിയിലാണ് കൊണ്ടുവരുത്തിരിക്കുന്നത്. കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഇഷയും സഭയായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള കാരണവും എന്തുകൊണ്ടാണ് ബ്രേക്കായത്, ഇഷ ആരാണ് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ട്വിസ്റ്റാണ് ഇതിനകത്ത്. അങ്ങനെ പറഞ്ഞു പോകുന്ന, നമ്മളൊട്ടും ബോറടിപ്പിക്കാത്ത ക്രിഞ്ച് പ്രേമങ്ങളാണെങ്കിലും നമുക്കൊട്ടും ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് അവരെ തമ്മിലുള്ള, അതായത് നായകനും തമ്മിലുള്ള കെമിസ്ട്രി ആയിരിക്കാം. ഇതിനിടയ്ക്ക് ഈ ഒരു സഭയ്ക്കൊരു കസിൻ സിസ്റ്ററുണ്ട്, ദിവ്യ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇവർ കസിൻ ഒരു റിലേഷൻഷിപ്പ് അവിടെ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഡൗട്ട്സ് ഒന്നും വേണ്ടായിരുന്നു. അടിപൊളിയായിട്ട് തന്നെയാണ് കഥ. എങ്ങനെ അവസാനിപ്പിക്കണോ അങ്ങനെ തന്നെയാണ് ആ ഒരു കഥ അവസാനിക്കുന്നത്. CS കാർത്തികേയൻ എന്നാണ് ഈ ഒരു സിനിമയുടെ കഥയും സംവിധാനവും ചെയ്തിരിക്കുന്നത്.
ഒരു അടിപൊളി എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് കോമഡി സിനിമ കാണണം എന്നുള്ളവർ തീർച്ചയായിട്ടും മറക്കാതെ കണ്ടിരിക്കേണ്ട സിനിമയായിരിക്കും സപ്നായകൻ.